ഹലോ, ഇന്ന് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ. ഒട്ടും ഓയിൽ ചേർക്കാത്ത മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇപ്പൊ വന്നോളൂ. അപ്പൊ നമ്മൾ ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഏത് തരം മീൻ വേണമെങ്കിലും ഇടാം. കഷ്ണം മീൻ ഇടാം, പിന്നെ അല്ലാതെ ചാള, അയില, കൊഴുവ അങ്ങനെയുള്ള ഏത് മീൻ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും തിരുമ്മി കുറച്ച് നേരം വയ്ക്കാം. കുടംപുള്ളി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, നന്നായിട്ട് കഴുകിയിട്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ പെട്ടെന്ന് ഇറങ്ങി കറിയിലേക്ക് നന്നായിട്ട് പുളി പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കേണ്ടേ തേങ്ങയുടെ. അതിന് വേണ്ടിയിട്ട് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് തക്കാളിയും നന്നായി അരിഞ്ഞ് അതും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയൊരു പിഞ്ച് ഉലുവ, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ശേഷം നമുക്ക് ആ അരപ്പ് നമ്മൾ മസാല വിരട്ടി വെച്ചിട്ടുള്ള മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി, ആവശ്യത്തിന് വെള്ളം. അത് ഞാൻ ജാറ് കഴിക്കിയ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഒട്ടും അരപ്പ് വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അതും ഒഴിക്കുക. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ കത്തിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ആ മസാലയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ, അരപ്പൊക്കെ എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് നമുക്ക് നന്നായി ഇളക്കാൻ പറ്റുള്ളൂ. കാരണം കഷ്ണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് ഒന്ന് ചെറുതായിട്ട് തള വന്നപ്പോൾ ഞാൻ അതൊന്നുകൂടിയും തുറന്ന് ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മീനൊരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തുറന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ മാങ്ങ ചേർത്തിട്ടുള്ളത് നല്ല തീരെ പുളി കുറഞ്ഞിട്ടുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങയും പുളിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ മാത്രം മതിയാവും. എനിക്ക് കിട്ടിയ മാങ്ങയ്ക്ക് തീരെ പുളി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുളിയും മാങ്ങയൊക്കെ ഇടാവുന്നതാണ്. അത് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്നത് നന്നായി കുറുകി വരുന്ന പോലെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, കാരണം മീൻ കഷ്ണമൊക്കെ വെന്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അത് സൂക്ഷിച്ചിട്ട് വേണം. നിങ്ങൾക്ക് ചട്ടിയപ്പാട് എടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കത് ഇച്ചിരി എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ഇളക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 0 ഓയിൽ മീൻ കറിയാണ്. ഒരിറ്റ് പോലും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അതുപോലും ചെയ്യുന്നില്ല. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.